ഈശോയിൽ പ്രിയമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു അമ്മ എന്നോട് പറഞ്ഞു, അച്ഛ, എൻ്റെ ജീവിത പങ്കാളി മുഴുകുടിയനാണ്. ചിലപ്പോഴൊക്കെ റോട്ടിൽ ബോധമില്ലാതെ കിടക്കുകയും വിവസ്ത്രനായിട്ടായിരിക്കും. ചിലപ്പോഴൊക്കെ മകൻ കപ്പലിൽ എഞ്ചിനീയറാണ്. അവൻ ഈ അപ്പൻ്റെ ചീത്ത വാക്കുകൾ പറയുന്നത് കേട്ട് എൻ്റെ മകൻ്റെ കൊച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് മകള്, പേരക്കുട്ടി ഈ ചീത്ത വാക്കുകൾ പറയുമല്ലോ എന്ന് പേടിച്ച് വീട് മാറി താമസിച്ചു. എൻ്റെ ജീവിത പങ്കാളി ഒരു ഡ്രൈവറാണ്, ഈ മുഴുകുടിയനാണ്. അച്ഛാ, ഞാൻ എന്തു ചെയ്യണം? ഞാൻ ഈ അമ്മയോട് പറഞ്ഞത് മാർക്കോസ് 4:39 ജീവിത പങ്കാളിയുടെ പേര് പറഞ്ഞ് അടങ്ങുക, ശാന്തമാവുക എന്ന് പറയുവാനാണ്. ഒരു ദിവസം 250 പ്രാവശ്യം ഈ തിരുവചനം പറയുക. 2 മാസം കഴിഞ്ഞില്ല, വ്യാഴാഴ്ച ഏകദിനമുണ്ട് BLM ധ്യാന കേന്ദ്രത്തിൽ, ആളൂരുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ. ഈ അമ്മ മൈക്കെടുത്ത് സാക്ഷ്യം പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. അച്ഛൻ എന്നോട് പറഞ്ഞു, മാർക്കോസ് 4:39 അടങ്ങുക, ശാന്തമാവുക. ഭർത്താവിൻ്റെ പേര് പറഞ്ഞു. എൻ്റെ ഭർത്താവ് കുടി കുറയ്ക്കാൻ തുടങ്ങി, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ജീവിത പങ്കാളി കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. ഞായറാഴ്ച കുർബാന പങ്കെടുത്തു. പിന്നെ അദ്ദേഹം കുമ്പസാരിച്ചു. ഇപ്പോൾ പരിപൂർണമായി മദ്യം ഉപേക്ഷിച്ച് അദ്ദേഹം എല്ലാ ദിവസവും എന്നോടൊപ്പം വിശുദ്ധ ബലിക്ക് വരുന്നു. ജനമെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ചു. അതിനുശേഷം ഈ അമ്മ വീണ്ടും പറയുകയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 40 വർഷമായി. 40 വർഷം എത്തിയ എന്നെ വിവാഹം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ ഒരു ഭർത്താവ് എങ്ങനെയാണോ ഒരു ഭാര്യയെ സ്നേഹിക്കുക, അതുപോലെ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അത്ഭുതമായിട്ടുള്ള ഈ ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുവാൻ കാരണമായി. ഞാൻ ഒരുപാട് മക്കൾക്ക് ദൈവവചനം പറഞ്ഞ് 38 വർഷം, 39 വർഷം, 15 വർഷമായിട്ട് സംസാരിക്കാത്ത ഭാര്യയും ഭർത്താവും, അവരിപ്പോൾ അമേരിക്കയിലാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം എന്തുകൊണ്ടാണ് ഈ ഒരു വചനം പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്? ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം, ജെറമിയായുടെ പുസ്തകത്തിലൊരു വചനം എന്നെ അത്ഭുതപ്പെടുത്തി. അതിതാണ്, ജെറമിയായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കനൽ പോലെയുള്ള ഒരുപാട് സങ്കടവും ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും നിന്നെ അലട്ടുമ്പോൾ നീ നിൻ്റെ നാവ് എന്ന് പറയുന്നത് ദൈവവചനം ഉപയോഗിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന വാളാണ്. വചനം ഒരു വാളാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് പ്രയോഗിക്കുന്നവരെ മുറിപ്പെടുത്തും, അത് ആരെയാണോ ഉപയോഗിക്കുന്നത് അയാളെ മുറിപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം പറയുമ്പോൾ ഈ വചനം നിൻ്റെ നാവിൽ ദൈവം അഗ്നിയായി മാറ്റുകയും നീ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തി വിറകാണ്. പ്രിയമുള്ളവർ, ഇത് എത്രയോ അത്ഭുതകരമായ ശക്തമായ ദൈവത്തിൻ്റെ വചനമാണ്. നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജീവിത പങ്കാളിക്കോ, നിൻ്റെ അപ്പച്ചനോ അമ്മയ്ക്കോ മക്കൾക്കോ അയൽവാസികൾക്കോ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി വിറകായി ദൈവം മാറ്റുകയാണ്. ദൈവം നിന്റെ അധരത്തെ, നിന്റെ നാവിനെ ഒരു വാളായി മാറ്റുന്നു, അതോടൊപ്പം തന്നെ അഗ്നിയായി മാറ്റുന്നു എന്നുള്ളതാണ്. അഗ്നിയുടെ ഉള്ളിൽ എത്ര വലിയ ഇരുമ്പ് പോലും വന്നാലും അത് ഉരുകി പോകും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നീ ഉപയോഗിക്കുന്ന ദൈവവചനം ഒരു അഗ്നിയാണ്. പരിശുദ്ധാത്മാവ് ഈ നാളുകളുടെ രൂപത്തിൽ അപ്പസ്തോലന്മാരിൽ വന്നിറങ്ങി. അപ്പോൾ നമ്മളിൽ എല്ലാവരിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയണം. അതെ, ഇനി മുതൽ ഈ വിശ്വാസത്തോടെ നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുകയും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെ ദൈവം വിറകാക്കും. നീ ആ വചനം പറയാൻ തുടങ്ങുമ്പോൾ ആ വിറക് നിന്റെ നാവിലെ വചനത്താൽ, അഗ്നിയായ വചനം ആ വിറകിനെ ചാമ്പലാക്കും, അവരിലെ തിന്മയെ ചാമ്പലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളൊരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഒരുപാട് സങ്കടവും ഒരുപാട് വേദനയും ഒരുപാട് ദുഃഖമൊക്കെ ആയിട്ട് ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈശോയെ, ഈ വചനത്തിൻ്റെ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ ഒരു വചനം പ്രയോഗിക്കുമ്പോൾ, ഞാനൊരു വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനം എൻ്റെ നാവിൽ ഒരു അഗ്നിയായി അവിടുന്ന് വർഷിക്കുന്നതിനോട് നന്ദി പറയുകയാണ്. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയുടെ ഉള്ളിലെ ബലഹീനത, ആ തിന്മ, ആ ചാബല്യം, ആ എല്ലാ അസ്വസ്ഥതകളും ഒരു വിറകാക്കി നീ മാറ്റുകയും ഞാൻ
ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ പറയുന്ന ആ ദൈവവചനം ആ അഗ്നിയിൽ ആ വിറക് ചാമ്പലായി പോകുമെന്നുള്ള ആ വലിയ ബോധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ, അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകളേ, ഞാനാണു നിന്റെ ദൈവം. ഞാനാണു നിന്റെ ദൈവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.